ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് വിവാൽഡി പാർക്കിൽ സ്കീയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസത്തെ ടൂറാണിത്. 2 ഡേ 1 നൈറ്റാണ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു ടൂറാണ്. സോളിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ ട്രാവൽ ചെയ്താണ് ഞങ്ങളിവിടെ എത്തിയത്. ടെമ്പറേച്ചർ ചെക്കിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ടൂർ ലോഞ്ചിലേക്കാണ് പോകുന്നത്. ഹോട്ടലിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പോൾ ഗ്ലൗസും പിന്നെ മാസ്കും കുറച്ച് കവറുകളും തരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമൊക്കെ അലോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് ഗ്ലൗസ്, ഇതിൽ കുറച്ച് മാസ്കാണ്. Welcome to Viva Ski Camp. This is David. I'm the operator and I'll be the instructor for tomorrow. ഞങ്ങൾ റൂമിലെത്തി. അപ്പോൾ 2 പേർക്ക് ഒരു റൂമാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ കൂടെ ഗാനയിൽ നിന്നുള്ള ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ റൂമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി റൂം. ഇതാണ് എൻട്രൻസ്. കയറി വരുന്നിടത്ത് ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, 2 ബെഡ് ഉണ്ട്. ഇവിടെ ഒരു സിങ്ക് ഉണ്ട്, വേസ്റ്റ് ബിൻ ഉണ്ട്, ടീ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ബ്രൗൺ റൈസ് ഗ്രീൻ ടീ ആണ്. 4 കെറ്റിലുണ്ട്. ഇനി ഇതാ ഒരു മിനി ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അയ്യോ, ഫ്രിഡ്ജിൽ ഈ വെള്ളം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, ഒരു കണ്ണാടിയുണ്ട്. ഫ്രിഡ്ജ്. ഇവിടെ നമ്മൾ ബ്ലാങ്കറ്റ് പിന്നെ തലയണയും ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ബി ബ്ലോക്കിലെ 19ാമത്തെ നിലയിൽ 11ാമത്തെ റൂമാണ് കിട്ടിയത്. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നൊന്നും അറിയില്ല. റൂം എന്തായാലും സ്പേഷ്യസ് ആണ്. 2 ബെഡൊക്കെ ഉണ്ട്. അടിപൊളി റൂം. ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള മെനു ഉണ്ടെന്ന് തോന്നുന്നു. എത്ര ഫുഡിനൊക്കെ എന്നുള്ളത് നോക്കാം. ഇതൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്, നോക്കിയാൽ തീരില്ല. ടോയ്ലറ്റ് ബാത്റൂം സെപ്പറേറ്റ് ആണ്. ബാൽക്കണി ഉണ്ട്. ഞാൻ ഇവിടെ രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചിക്കൻ മയോ കബാബ്, എന്താ സാധനം എന്നൊന്നും അറിയില്ല. എന്തായാലും ചിക്കൻ ബാബു എന്ന് പറഞ്ഞുകൊണ്ട് റൈസും ഉണ്ടാവും, പിന്നെ ചിക്കനും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ടോക്കൺ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. നമ്മുടെ ടേബിളിലേക്ക് ഇത് ബീപ്പ് ചെയ്യും നമ്മുടെ ഫുഡ് റെഡി ആയാൽ. അപ്പോൾ നമ്മൾ പോയിട്ട് എടുത്താൽ മതി, അവിടെ നോക്കിയിരിക്കേണ്ട ആവശ്യം. എൻ്റെ ടോക്കൺ നമ്പർ 9 ആണ്. ഇതാണ് ഞാൻ വാങ്ങിയ ചിക്കൻ മയോ കബാബ്. ഇതിൽ മയോണൈസ് ഉണ്ട്. ഇത് സീവീഡാണ് മുകളിലുള്ളത്. പിന്നെ ഇതിലുള്ളത് മയോണൈസ്. പിന്നെ അതിൻ്റെ അടിയിൽ ചോറാണുള്ളത്. കുറച്ച് മാത്രമേ ഉണ്ട് ഈ മയോണൈസൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട്. പക്ഷേ ടേസ്റ്റ് ഉണ്ട്. ഈ സീവീഡിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ്സും ഇൻഡോർ ഗെയിംസ് ഏരിയ ഒക്കെ ഉള്ളത്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്.
ഞാനിപ്പോൾ എങ്ങോട്ടാണെന്നൊന്നും ഇല്ലാതെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ കൊറോണ കേസസ് ഇപ്പോൾ ഡെയിലി കേസസ് ഏകദേശം 1000-ൻ്റെ അടുത്ത് എത്തിയതുകൊണ്ട് ഇന്നത്തെ ട്രിപ്പിന് ഞങ്ങളുടെ കൂടെ 14 പേരെ ഉണ്ടായുള്ളൂ. സാധാരണ 40 പേരെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ 14 പേരേ ഉള്ളൂ ഞങ്ങളുടെ കൂടെ. അതുതന്നെ ഞങ്ങളുടെ റൂമിൽ 2 പേരേ ഉള്ളൂ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ, സോനോ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്. ഈ വീണ് കിടക്കുന്നൊക്കെ മഞ്ഞാണ്. ഇവിടെ വന്നിരിക്കാനുള്ള സ്ഥലമുണ്ട്. നേരെ ഇപ്പുറത്ത് തന്നെയാണ് വിവാൽഡി പാർക്ക്. രാത്രി നടക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ എപ്പോഴാണ് സ്ലിപ്പായി വീഴുക എന്ന് പറയാൻ പറ്റില്ല. രാത്രി കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ടെമ്പറേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് -3 ഡിഗ്രിയാണ്. ഇനി കുറച്ചും കൂടി രാത്രിയാകുമ്പോൾ, ഇപ്പോൾ ഏകദേശം 8 മണിയായി, കുറച്ചുകൂടി രാത്രിയാകുമ്പോൾ -6, -7 ഒക്കെ ആകുമായിരിക്കും. ഇവിടെയൊക്കെ മഞ്ഞ് കിടക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് അല്ലെങ്കിൽ നൂഡിൽസൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഇവിടുന്ന് ചൂടാക്കി കഴിക്കാവുന്നതാണ്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഹായ്, ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീ ആണ്. അപ്പോൾ ലഞ്ച് നമ്മൾ സ്വന്തം കാശ് കൊടുത്ത് കഴിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബുഫേയിൽ എന്തൊക്കെയുള്ളതെന്ന് പോയി നോക്കാം. ഈ റോയിൽ വെച്ചിരിക്കുന്ന അധികം സാലഡുകളാണ്. ഇത് ടൊമാറ്റോ സാലഡ്, ഇത് എഗ് പ്ലാന്റ് സാലഡ്, ഇത് പംകിൻ സാലഡ്, ഇത് സൺഡ്രിക് ടൊമാറ്റോ, ഇത് ബ്രൊക്കോളി സാലഡ്, ഇത് സ്മോക്ക്ഡ് സാൽമൺ, ഇത് പച്ചമീനാണ്. ഇവിടുത്തെ കൊറിയൻ ഐറ്റംസാണിത്. ഇത് റാഡിഷ് കിംച്ചി, ഇത് സ്പൈനാച്ച്, ഇത് പിക്കിൾഡ് ജാപ്പനീസ് ആപ്രിക്കോട്ട്, ഇതെന്താ സോസ്റ്റ് കട്ടിൽ ഫിഷ്, ഇത് കിംച്ചി, സീവീഡ്,
സ്മോക്ക്ഡ് സാൽമൺസ് അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചു പച്ചമീനായതുകൊണ്ട് കഴിക്കാൻ പറ്റില്ലെന്ന്, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പാൻ കേക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു, എല്ലാം കഴിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ച് എടുത്ത ചിലതൊന്നും കഴിക്കാൻ പറ്റില്ല. ഊണിന് പിന്നെ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ച് തിരിച്ച് റൂമിലെത്തി. ഇപ്പോൾ ടെമ്പറേച്ചർ -16 ആണ് പുറത്തെ ടെമ്പറേച്ചർ. എങ്ങനെ പുറത്ത് പോകുമെന്ന് അറിയില്ല. ഇന്നലെ അത്ര ടെമ്പറേച്ചർ കുഴപ്പമില്ലായിരുന്നു, എന്നിട്ടും ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇവിടുന്ന് റെൻറ്റിന് ഞങ്ങൾ എടുത്തതാണ്. അതും ഫ്രീ ആയിട്ട് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് പോകുമ്പോൾ ഇന്ന് കുറച്ച് തണുപ്പ് കുറച്ചുകൂടി സഹിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ ബാൽക്കണിയിലാണ്. ഇത് കാഴ്ചകളാണിത്. കാർ പാർക്കിംഗ് ഏരിയ നോക്ക്, മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഹായ്. എൻ്റെ കൂടെ ഇന്നലെ താമസിച്ച കുട്ടിയാണ്, ഇവിടെ പഠിക്കുകയാണ്. ഷീസ് ഫ്രം Ghana. Yeah. Okay. Hi everyone.